രണ്ട് ഓപ്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ഒന്നുമില്ല ഇംപ്ലാന്റ് സർജറി ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇന്ത്യയിൽ പിന്നെയും ഈ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ നമ്മൾ പറയുന്ന മറ്റേ സർജറീസ് മറ്റേ ഈ ഫീമെയിൽ സർജറീസ് അത്രയും കോമൺ അല്ല. വെസ്റ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയി ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് സർജറി ചെയ്യുന്നത് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ആണ്. കാരണം അവിടുത്തെ ഡ്രസ്സിങ് രീതി അങ്ങനെയാണ്. അവർക്ക് അപ്പോൾ അവരുടെ ഒരു സോഷ്യൽ സിറ്റിങ്ങിൽ ഇത് കുറച്ചും കൂടി കൂടുതൽ എന്താ പറയുക കോമൺ ആയിട്ട് സർജറി ആയിട്ട് വരും. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട്. കാരണം ഈ ചെറിയ മാരണം കൊണ്ട് അവർക്ക് തന്നെ പല ആൾക്കാർക്കും ഒരു കോൺഫിഡൻസ് കുറവ്, അങ്ങനത്തെ കാര്യങ്ങൾ കുറേ അവർ തന്നെ കുറേ അവർ അനുഭവപ്പെടാറുണ്ട്. ഇതിൽ ഇംപ്ലാന്റ് ആണ് ഏറ്റവും കോമൺ, ഏറ്റവും റിലയബിൾ അല്ലേ. സെക്കൻഡ് ഒരു ഓപ്ഷൻ ഇംപ്ലാന്റ് കുറേ പേർക്ക് പേടിയാണ്. കാരണം അങ്ങനെ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ വേറൊരു സാധനം അല്ല, ഒരു ആർട്ടിഫിഷ്യൽ സാധനം ബ്രസ്റ്റ് അടിയിലേക്ക് വെക്കുന്നു, അതൊക്കെ എത്ര കാലം നിൽക്കും, പൊട്ടുതെറിക്കുകയോ പൊട്ടുവോ അല്ല അങ്ങനെ അല്ലേ. നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്, എന്താ ഫ്ലൈറ്റിൽ പോകുന്നു പൊട്ടുതെറിച്ചോ എന്തൊക്കെ അങ്ങനെ കുറേ ഫണ്ണി വീഡിയോസ് ഉണ്ട്. പക്ഷേ അതൊക്കെ നോൺ സെൻസിക്കൽ വീഡിയോസ്, അതിലൊക്കെ ഒരു സെൻസ് ഇല്ല. ഇപ്പോഴത്തെ മോഡേൺ ഇംപ്ലാന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിലയബിളും അത് ലൈഫ് ടൈം വാറൻറ്റി ഉള്ള ഇംപ്ലാന്റ്സ് ആണ്. പിന്നെ അത് വളരെ എന്താ പറയുക സ്ട്രോങ് ഇംപ്ലാന്റ്സ്, അത് അതിന് മുകളിൽ വണ്ടി കയറ്റിയാൽ പോലും ഒന്നും സംഭവിക്കില്ല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആൾ മരിച്ചു പോയാൽ പോലും ഇംപ്ലാന്റ് അവിടെ ഇൻടാക്റ്റ് ആയി നിൽക്കും, അത്രയും സ്ട്രോങ് ആയിട്ട് ന്യൂ ജനറേഷൻ ഇംപ്ലാന്റ്സ് ആണ്. പക്ഷേ എന്തൊക്കെയാലും അത് ചെറിയൊരു സർജറി അല്ല, ചെറിയ കട്ട് കൊടുക്കണം, ചെറിയൊരു കട്ട് കൊടുത്ത് ഇംപ്ലാന്റ് കയറ്റണം. അപ്പോൾ അത് ഓർക്കുമ്പോൾ പിന്നെ എന്നാലും ചിലർക്കൊരു പെയിൻഫുൾ പ്രോസസ് ആയിരിക്കും, കുറേ പേർക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവും, വേദനയാണോ? അല്ല, അതായത് നമ്മൾ ഡേ കെയർ സർജറി, ഇംപ്ലാന്റ് സർജറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ കെയർ സർജറി, അത് മോർണിംഗ് പേഷ്യൻറ്റ് വരുന്നു, അനസ്തീഷ്യ സർജറി ചെയ്യുന്നു, സെയിം ഡേ ഈവനിങ് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. അത്രയും സിമ്പിൾ ആയിട്ടുള്ള സർജറിയാണ് അല്ലേ. അപ്പോൾ ആ സർജറി ഓർത്ത് ആരും ശരിക്കും ആളുകൾ പേടിക്കേണ്ട ആവശ്യമില്ല. കൂടുതലൊരു മെൻറ്റൽ ബ്ലോക്കാണ്. നമ്മൾ ഫോറിൻ മെറ്റീരിയൽ നമ്മുടെ ബോഡിയിലേക്ക് വെക്കുമ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്ന കൂടുതൽ ആൾക്കാർ മെൻറ്റൽ ബ്ലോക്കാണത്. പെയിൻ ഓർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഒരു മോശമില്ലാത്ത ഓപ്ഷനാണ്. പക്ഷേ കൊഴുപ്പിന് അതിനെ പരിമിതിയുണ്ട് അല്ലേ. ഇംപ്ലാന്റ് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇത്രയും സി സി ഉള്ള 200 cc 250 300 400 cc ഇംപ്ലാന്റ് വെച്ച് നമുക്ക് ഇത്രയും സൈസ് കൂട്ടാൻ പറ്റും, ഒറ്റ സ്ഥലത്തേക്ക് കൂട്ടാൻ പറ്റും. കൊഴുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മുടെ കൊഴുപ്പ് തന്നെ എടുത്ത് നമ്മുടെ ബ്രസ്റ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കൊഴുപ്പ് സാധാരണ 100% ശരീരത്തിൽ പിടിക്കില്ല, കുറച്ച് കൊഴുപ്പം കലിഞ്ഞു പോകും, ഒരു മേ ബി 30-40% കൊഴുപ്പം കലിഞ്ഞു പോകും. പിന്നെ കൊഴുപ്പ് ഇഞ്ചെക്ട് ചെയ്യുന്ന പരിമിതിയുണ്ട്, അപ്പോൾ നമുക്ക് ഒരുപാട് ഇഞ്ചെക്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ കൊഴുപ്പ് ഇഞ്ചെക്ട് ചെയ്യുന്ന മോശമില്ലാത്ത ഓപ്ഷനാണ്, പക്ഷേ അത് വെച്ച് നമുക്ക് ഒരുപാട് ഭയങ്കര നമ്മൾ ചിലപ്പോൾ ഡ്രാസ്റ്റിക് സൈസ് ഇൻക്രീസ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ആ ഉദ്ദേശിച്ച സൈസ് ഇൻക്രീസ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2-3 തവണ നമ്മൾ കൊഴുപ്പ് ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സർജറി ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്ത് വീണ്ടും കൊഴുപ്പ് ഇഞ്ചക്ഷൻ ചെയ്ത് ചിലപ്പോൾ 3-4 തവണ കൊഴുപ്പ് ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ ലേഡിക്ക് അവരുടെ സൈസ് കിട്ടാൻ പോകുന്നത്. പക്ഷേ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കൊഴുപ്പിൻ്റെ ആ സൈസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നമ്മുടെ ബോഡിയിലത്തെ സെയിം മെറ്റീരിയലാണ് യൂസ് ചെയ്തത്, അവിടെ അങ്ങ് നിന്നോളും. അതാണ് അഡ്വാൻറ്റേജ്.